നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് 3 ഫേസുകളായിരിക്കും. നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് പോകേണ്ടത് റിവോബ്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിരിക്കും. റിവോബ്സ് ഒപ്റ്റിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. ശരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം കിട്ടിയാൽ മതി നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് സകലതും നിങ്ങൾക്ക് പറയാം. ഒരു ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ആ ബിസിനസ്സിൽ എത്ര ഡ്യൂസ് ഉണ്ട്, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത്, സ്റ്റോക്ക് എത്ര നാൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എത്ര നാൾ കഴിഞ്ഞിട്ട് ആ പുതിയ പർച്ചേസും പുതിയ സെയിലും നടക്കുന്നത്, ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പേയ്മെന്റ് കിട്ടുന്നത്, നമ്മുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫണ്ട് വരുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ ബാലൻസ് ഷീറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ബാലൻസ് ഷീറ്റ് റീഡ് ചെയ്യാൻ ഒരുപാട് ടൂളുകളുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. റിവോബ്സ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിൽ നല്ല ഫിനാൻഷ്യൽ ലിറ്ററസി വേണം. 2, നല്ല സെയിൽസ് ഇംപ്രൂവിങ് സ്ട്രാറ്റജീസ് നമ്മളെ കൂടെ വേണം. അത്യാവശ്യം ചില മൈൻഡ് പവർ ടൂള് നമ്മൾ യൂസ് ചെയ്യണം. നല്ല ടീമിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ല് നമ്മുടെ കയ്യിൽ വേണം. ഏത് ചെറിയ പെട്ടിക്കടയാണെങ്കിൽ പോലും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ദെൻ മാക്സിമം ടേൺ ഓവറും മാക്സിമം പ്രോഫിറ്റും മാക്സിമം ക്യാഷ് ഫ്ലോയും ഉണ്ടാക്കാൻ പറ്റണം. എങ്കിലേ നിങ്ങൾക്ക് റിവോബ്സ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് സെയിൽസിലൂടെ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ ഉണ്ടാക്കാം. ആ റവന്യൂ ഗ്രോത്ത് എത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളെ ഈ സ്റ്റേജിലേക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് വെൽത്ത് മാനേജ്മെന്റിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഈ ഇൻവെസ്റ്റ്മെന്റിന് മുകളിൽ നമുക്ക് റിട്ടേൺസ് എടുക്കാൻ പറ്റണം. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറക്കിയ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആക്കണം. ഹൈ റിട്ടേൺസ് കിട്ടണം. ദെൻ ഫാസ്റ്റ് റിട്ടേൺസ് കിട്ടണം. ഇവിടങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം. സ്പെൻഡിങ് ആൻഡ് റീഇൻവെസ്റ്റ്മെന്റ്, അതെടുത്ത് സ്പെൻഡ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് എടുത്തിട്ട് വീണ്ടും നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോക്കസ് ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്പാൻഷനിലേക്ക് നമ്മളെ ചിന്ത കൊണ്ടുപോകാവൂ. ആ എക്സ്പാൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓട്ടോ പൈലറ്റ് ഓർഗനൈസേഷനിലേക്ക് നമ്മൾ എത്തും. ഏതൊരു ബിസിനസ്സിനും ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ ഫേസ് 3ലേക്ക് നിങ്ങൾ പോകണം. ദാറ്റ് ഈസ് ലിസ്റ്റബിൾ ഓർ സെയിലബിൾ കമ്പനിയാക്കി മാറ്റാൻ പറ്റണം നമുക്ക്.